പല ആൾക്കാരും എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് എന്നെ വിലയിരുത്തുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ആവണമെന്നുണ്ടോ? ഇല്ല. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു പഴയ വണ്ടി എടുക്കണം, അത് റീസ്റ്റോർ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹം എത്തിച്ചേർന്നത് ടൊയോട്ട കോളീസിലേക്കാണ്. അങ്ങനെ വണ്ടിപ്രാന്തന്മാര് ഏറ്റവും കൂടുതലുള്ള നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞാൻ ടൊയോട്ട കോളീസ് എടുത്തത് ട്ടോ. വണ്ടിക്ക് വേറെ മെക്കാനിക്കൽ സൈഡ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചധികം പാച്ച് വർക്കും അതുപോലെ തന്നെ പെയിന്റിംഗ് ഒക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു വണ്ടിക്ക്. അങ്ങനെ അതൊക്കെ കൊണ്ട് തന്നെ മലപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ഷോറൂമിൽ വണ്ടി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് വർക്കിന്. അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വണ്ടി ഒരു ഷോറൂമിൽ കൊണ്ടോയി കൊടുത്തത്. പക്ഷേ ഈ ഒരു വണ്ടി പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന എനിക്ക് തന്നെ ഇത്രയും വലിയൊരു ചതി കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ലാട്ടോ. 7, 8 മാസത്തോളം അവരുടെ ഷോറൂമിൽ വണ്ടി കിടന്നിട്ടും അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും കിട്ടാൻ പോണില്ല എന്നറിഞ്ഞത് കൊണ്ടിട്ട് തന്നെ വണ്ടി ഞാൻ അവിടുന്ന് ഒരു ക്രെയിനില് കൊച്ചിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ വണ്ടി കറന്റ്ലി കോട്ടയത്തുള്ള ഒരു ഗ്യാരേജിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഏത് ഗ്യാരേജിലാന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ നിങ്ങളോട് പറയുന്നതായിരിക്കും. പക്ഷേ നിങ്ങള് ഇത്രയും എന്നെ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് നിങ്ങള് ഒരു കാര്യമെങ്കിലും നിങ്ങള് ചിന്തിക്കാമായിരുന്നു. വണ്ടി പ്രസ്ഥാന മേഖലയിൽ നിൽക്കുന്ന എനിക്ക് ഇത്രയും വലിയൊരു ചതി കിട്ടാമെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള എത്ര എത്ര ആൾക്കാർ ഇങ്ങനെ ചതിക്കപ്പെടുന്നുണ്ടാവും. പല ആൾക്കാരും എൻ്റെ കമന്റ് ബോക്സിലും എനിക്ക് പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത്രയും ഇൻക്ലൂഡ് ചെയ്ത് മലപ്പുറത്തുള്ള എല്ലാ ആൾക്കാരെയും ആക്ഷേപിച്ച രീതിയിൽ നിങ്ങൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷോറൂമിന്റെ പേരും അതുപോലെ തന്നെ സ്ഥലവും കൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിക്കൂടെ എന്നുള്ളത്. പക്ഷേ ഞാനായിട്ട് എൻ്റെ ഈ ഒരു പേജിൽ കൂടെ എന്തായാലും ആ ഒരു ഷോറൂമിന്റെ പേരും സ്ഥലവും ഒന്നും വെളിപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ ഞാൻ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നെ കളിയാക്കിയ ഒത്തിരി പേരുണ്ട് ഈ ഒരു പേര് പറഞ്ഞിട്ട്. അവരുടെയൊക്കെ മുമ്പിൽ എനിക്ക് എന്തായാലും ഈ ഒരു വണ്ടി നല്ല രീതിയിൽ തന്നെ റീസ്റ്റോർ ചെയ്ത് എനിക്ക് കൊണ്ടുനടക്കണമെന്ന് നല്ല വാശിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ എൻ്റെ ശത്രുക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാര് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട്. അവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് ട്ടോ. അപ്പോൾ അവരോട് എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ എവിടെയെങ്കിലും ചതിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഈ ഒരു പേജിൽ കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനോ ചതിക്കപ്പെട്ടു. ഇനി ഉള്ളവരും കൂടെ ചതിക്കപ്പെടണ്ട എന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്യാം ട്ടോ എൻ്റെ വണ്ടി വരാൻ വേണ്ടി.